ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനങ്ങൾ ഇപ്പോൾ എന്നിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്ന ഓരോ ദൈവത്തിൻ്റെ വചനങ്ങളും അത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരട്ടെ, സന്തോഷമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ചുരുക്കമായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം സങ്കീർത്തന പുസ്തകം 124 അധ്യായം അതിൻ്റെ 1 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്: ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പലപ്പോഴും ഇസ്രായേൽ മക്കളെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ 123 സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ ഭാഗം 3, 4 അതിൻ്റെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നു: യഹോവേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങൾ നിന്ന സഹിച്ച് മടുത്തിരിക്കുന്നു. ഒരു ദൈവത്തിൻ്റെ പൈതന് അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യമാണ് നിന്ന. പല വിധത്തിൽ നിന്നും, പല ആൾക്കാരിൽ നിന്നും, പല സ്ഥലത്തിൽ നിന്നും, ചിലപ്പോൾ ജോലി സ്ഥലത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കുടുംബത്തിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ മറ്റിടങ്ങളിൽ നിന്നായിരിക്കാം നിന്ദകൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കമുണ്ടായിത്തീരും. 123 സങ്കീർത്തനം അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ, അതായത് 4 വാക്യത്തിലും ഇങ്ങനെ പറയുന്നുണ്ട്: സുഖ്യന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദയും സഹിച്ചു ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എത്രമാത്രം നിന്ദകളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, നാം ഒന്ന് ചിന്തിക്കണം. അപ്പോൾ ഈ സങ്കീർത്തനം പറയുന്നത് എന്താ? യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. അങ്ങനെ നിന്ദകളും പരിഹാസങ്ങളൊക്കെ കേട്ട് നമ്മുടെ മനസ്സ് മരവിച്ചിട്ട് പലപ്പോഴും നാം ചിന്തിക്കുമായിരിക്കാം, എനിക്കിനി ഭൂമിയിൽ ജീവിക്കണ്ട, എനിക്കങ്ങ് മരിച്ചു കളഞ്ഞാൽ മതിയെന്ന് പലപ്പോഴും നാം ചിന്തിച്ചിട്ടില്ലേ സഹോദരങ്ങളെ? അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ദൈവം നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ടാണ്, ദൈവം നമുക്ക് ബലം തന്നതുകൊണ്ടാണ് ഇന്നും നാം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ അതിൻ്റെ 124 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യത്തിൽ വായിക്കുന്നു: അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. പലപ്പോഴും ചില മനുഷ്യർ നമ്മോട് കോപിക്കുമ്പോൾ നമ്മെ വിഴുങ്ങിക്കളയാനുള്ള ദേഷ്യം അവർക്കുണ്ടാകും. ദാവീദ് പറയുന്നുണ്ട്: യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. ദാവീദ് പറയുകയാണ്: കർത്താവേ, ഓരോ ദിവസവും എൻ്റെ ശത്രുക്കൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ നശിപ്പിക്കുവാൻ വേണ്ടി ശത്രുക്കൾ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം നമ്മളില്ലായിരുന്നെങ്കിൽ എന്നേ നമ്മൾ ഓരോരുത്തരും നശിച്ചു പോയേനെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ 4, 5, 6 വായിക്കുന്നത് നമ്മുടെ പ്രാണനെ ഒഴുക്കിക്കളയുന്ന നദിയെപ്പോലെ നമ്മുടെ പ്രാണനെ നശിപ്പിക്കുവാൻ, അതായത് അതിൻ്റെ 3 വാക്യത്തിൽ ഒന്നുകൂടെ ഞാൻ വായിക്കുന്നത്: അവരുടെ കോപം നമ്മുടെ മേൽ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. നമുക്കറിയാം, വിഴുങ്ങുന്നത് ആരുടെ സ്വഭാവമാണ്? അത് പാമ്പിൻ്റെ സ്വഭാവമാണ്. പലപ്പോഴും മനുഷ്യർക്കാരെയും വിഴുങ്ങാൻ സാധ്യമല്ല, പക്ഷേ മനുഷ്യരുടെ പല വാക്കുകളും നമ്മെ വിഴുങ്ങിക്കളയുന്ന പോലെയാണ്. കുത്തുവാക്കുകളും പരിഹാസങ്ങളൊക്കെ നമ്മളെ ജീവനോടെ വിഴുങ്ങിക്കളയുന്ന പോലെയാണ് അവരുടെ വർത്തമാനങ്ങളൊക്കെയും. പക്ഷേ അതിന് നടുവിലും ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ടാണ് അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടവരുത്തുന്നത്. അതിൻ്റെ 7 വാക്യത്തിൽ വായിക്കുന്നു: വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. കെണി പൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു എന്ന് വെച്ചാൽ, ശത്രുവിൻ്റെ കയ്യിൽ നിന്നും, നമ്മെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ഒരു കെണി പൊട്ടി രക്ഷപ്പെട്ടൊരു കിളി പോകുന്നത് പോലെ തന്നെ അവിടെ നിന്നൊക്കെ ദൈവം നമ്മെ രക്ഷിക്കുന്നു എന്നാണ് അവിടെ സങ്കീർത്തനക്കാരൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. അവസാനത്തെ വാക്യത്തിൽ വായിക്കുന്നു, അതിൻ്റെ 8 വാക്യത്തിൽ വായിക്കുന്നു: നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മെ സഹായിക്കുവാൻ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്.
നമ്മുടെ ഓരോ പ്രതികൂലങ്ങളിലും ഓരോ പ്രതിസന്ധികളിലും നമ്മെ സഹായിക്കുവാനും നമ്മെ ആശ്വസിപ്പിക്കുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആരെങ്കിലും നെടുവീർപ്പെട്ട് ഭാരപ്പെട്ട് ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ കർത്താവുണ്ട്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നൊരു വിശ്വാസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നാൽ നിങ്ങളെ ഒരു ശക്തിക്ക് തകർക്കാൻ കഴിയില്ല. ഇന്നത്തേക്ക് അല്ലെങ്കിൽ നാളത്തേക്ക് മാത്രം സങ്കടങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാവാം, പിന്നത്തേതിൽ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നമ്മെ തേടി വരാം. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.